ഹായ്, എൻ്റെ പേര് ധനൂപ്. ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയാണ് സ്ഥലം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫീൽഡ് വർക്കർ ലിസ്റ്റിൽ 18ാമത്തെ റാങ്കാണ് എനിക്ക് വന്നത്. അതിനു മുമ്പ് LGSൽ ഞാൻ 137 റാങ്കിൽ വന്നു, ജോലിയിൽ കയറി. ഞാൻ ഇതിനു മുമ്പ് മുംബൈയിലൊരു ഓയിൽ ഫീൽഡ് കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പഠിക്കുന്നൊന്നുമില്ലായിരുന്നു, ഞാൻ BSc പറ്റി ചിന്തിക്കുന്നുമില്ലായിരുന്നു. വൈഫിന് പഠിക്കണം, വൈഫ് കോച്ചിങ്ങിനൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എൻട്രി എടുത്തു. അതുവഴി ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ ആ ക്ലാസ് ഇങ്ങനെ കേൾക്കലുണ്ട്, സൗണ്ടിൽ വെച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിങ്ങനെ ഇരുന്ന് ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ വൈഫിനോട് പറഞ്ഞു ഇത് ട്രൈ ചെയ്ത് തുടങ്ങാം. എന്തായാലും ഇല്ല, അപ്പോൾ എനിക്കുള്ള ജോലി അത്യാവശ്യം നല്ല ജോലിയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഒരു 2020 ഈ കൊറോണയുടെ ഒരു പ്രശ്നം മുംബൈയിൽ നല്ലപോലെ ബാധിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് പോരേണ്ടതായിട്ട് വന്നു. സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് വീട്ടിൽ നിന്നും സപ്പോർട്ട് ചെയ്തു. വൈഫും പറഞ്ഞു നമുക്ക് എന്തായാലും ഇരുന്ന് പഠിക്കാം. അങ്ങനെ ഞാനും എൻട്രി ആപ്പ് എടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എന്നെ കൊണ്ട് തോന്നി ഒരിക്കലും പറ്റൂല, അതായത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പഠനം കഴിഞ്ഞിട്ട് ഏകദേശം ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 വർഷത്തിന് മേലെയായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പോൾ എന്നെ കൊണ്ട് നടക്കൂല എന്നൊരു തോന്നി. പക്ഷേ ഒരു വളരെ മോട്ടിവേഷനായിരുന്നു വൈഫിൻ്റെ സൈഡിൽ നിന്നും. പിന്നെ പ്രദീപ് സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ടു തുടങ്ങി. അതുപോലെ സുജേഷ് പുറക്കാട് സാറ്. പിന്നെ മാത്സ് എന്നൊക്കെ പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറാമല തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മാത്സിലേക്ക് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഒരു PS പഞ്ചായത്ത് നടത്തിയ ഒരു PSC കോച്ചിങ്ങിൻ്റെ ഒരു ഫ്രീ ക്ലാസ്സിന് ഞാൻ പോയി. അന്നത്തെ മാത്സ് ക്ലാസ് ആയിരുന്നു. അതോടുകൂടി ഞാൻ പരിപാടി നിർത്തി വിട്ടുപോയി, ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എൻട്രിയിലെ മാത്സ് ക്ലാസ്സുകൾ വിശാഖ് പാവുമ്പ സാറായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ ഒരു വലിയൊരു പഠനമല്ല പഠിക്കേണ്ടത്, നമ്മളൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. അങ്ങനെ അതിൻ്റെ ഒരു ട്രാക്കിലേക്ക് വരാൻ തുടങ്ങി. ക്ലാസ്സുകൾ ഞങ്ങൾ കണ്ടിന്യൂസ് കേൾക്കാൻ തുടങ്ങി. ചിലപ്പോൾ വെറുതെ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലാതെ അങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്തിട്ടോ കണ്ടിന്യൂസ് ഇരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻട്രി ആപ്പ് പഠിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് എന്താണോ ഒരു എക്സാമിന് ആവശ്യമുള്ളത് അത് കൃത്യമായി തരും. അതിനുശേഷം പിന്നീട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള എക്സാമുകൾ അന്ന് തൊട്ട് ഇങ്ങോട്ടേക്ക് തന്ന സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇപ്പോൾ ഈ ഫീൽഡ് വർക്കറിൻ്റെ ആണെങ്കിൽ പോലും ഒരു 18ാമത്തെ റാങ്കിൽ, LGSൻ്റെ അത്യാവശ്യം നല്ല റാങ്കിൽ തന്നെ ഞാൻ വന്നത്. അപ്പം ആ റാങ്കിലേക്ക് എത്താൻ പറ്റിയത് എന്തൊക്കെ പറഞ്ഞാലും എൻട്രിൻ്റെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ വേറെ ഒരു ആപ്പുകളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് അങ്ങോട്ട് വന്ന് പറഞ്ഞിരുന്നു, എൻ്റെ അടുത്ത് വന്നു നല്ല ജോലി കളഞ്ഞിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് എത്രയോ പേര് PSC ട്രൈ ചെയ്യുന്നു, വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അവിടുത്തെ ഇന്ന ആളുണ്ട്, അയാൾ ഇത്ര എക്സാം എഴുതി ഒന്നും കിട്ടിയില്ല, ചിലപ്പോൾ ലിസ്റ്റിൽ വരും, ഇതൊക്കെ ഭാഗ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിയമനം ഉണ്ടാവില്ല എന്നൊക്കെ പലതും പറഞ്ഞു. പക്ഷേ കേൾക്കുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊരു സങ്കടം ഉണ്ടാവും. പക്ഷേ എന്താണെങ്കിലും വേണ്ടില്ല, നമ്മൾ മുന്നോട്ട് വെച്ച കാലം നമ്മൾ മുന്നോട്ട് തന്നെ. ഇനി അതിന് എന്ത് റിസൾട്ട് കിട്ടിയാലും നമ്മൾ മുന്നോട്ട് പോകും തോന്നി. അതിന് കഷ്ടപ്പെട്ടു, അതെന്തായാലും വെർത്തായി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി. അതിൻ്റെ വ്യത്യാസങ്ങൾ ഇന്ന് ലൈഫിൽ അറിയാനുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്.